ഗുഡ് മോർണിംഗ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് എലമെന്റ്സ് ഓഫ് OB ആണ്. ടുഡേയ്സ് ടോപ്പിക് ഗോൾസ് ഓഫ് OB. ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ അവിടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ what are its goals? First one, describe, then understand, then predict, then control. These are the goals of OB. Describe. എന്താണ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടീനെ കണ്ടിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാണ്, ആ കുട്ടി ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ OB എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട്. എന്ത് കാര്യമായിരിക്കും അവരോട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് OB-ല്? ഹൗ പീപ്പിൾ ബിഹേവ് അണ്ടർ എ വെറൈറ്റി ഓഫ് കണ്ടീഷൻസ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഓരോരുത്തരും ഹൗ സ്റ്റുഡൻസ് ബിഹേവ് അണ്ടർ വെറൈറ്റി ഓഫ് കണ്ടീഷൻസ്. 5 സബ്ജക്റ്റ് 5 അവർ ഉണ്ടായിരിക്കും. 5 ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരും. നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഓരോ സിറ്റുവേഷനിലും കണ്ടീഷനിലും? ഇതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ് OB-ന്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ക്ലിയർ ആയി? ഇഫ് ദി മാനേജേഴ്സ് ക്യാൻ അച്ചീവ് ദിസ് ഗോൾ, അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ അവിടെയുള്ള പീപ്പിൾ, ദാറ്റ് മീൻസ് എംപ്ലോയീസ്, അവരെങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാനേജേഴ്സിന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ they can succeed. That managers succeed. എന്തിന് സക്സസ്ഫുൾ ആയിട്ടിരിക്കും? കമ്മ്യൂണിക്കേറ്റിംഗ് അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ അറ്റ് വർക്ക് യൂസിങ് കോമൺ ലാംഗ്വേജ്. അറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് കോമൺ പീപ്പിൾ എങ്ങനെയായിരിക്കും, ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കോമൺ ലാംഗ്വേജിൽ കൂടെ, സാധാരണമായിട്ടുള്ള ലേമൻ ലാംഗ്വേജിൽ കൂടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അവർ സക്സസ്ഫുൾ ആകും. അതായത് അവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്ക്, അവിടെ നല്ല വർക്കിംഗ് എൻവയറമെന്റ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പൊ അത് അച്ചീവ് ചെയ്യുക, ഈ പറഞ്ഞ ആ കണ്ടീഷൻസ് ആ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഡിസ്ക്രൈബ് ഉണ്ടായിരിക്കണം. അപ്പൊ ഗോൾസ് ഓഫ് OB-യുടെ ഫസ്റ്റ് ഗോൾ ആണ് ഡിസ്ക്രൈബ്. എന്തിനു വേണ്ടിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹൗ പീപ്പിൾ ബിഹേവ് അണ്ടർ വെറൈറ്റി ഓഫ് കണ്ടീഷൻസ്. ദാറ്റ് ഈസ് ദ എലമെന്റ്, ദാറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ദാറ്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ്. അടുത്ത OB-യുടെ ഒബ്ജക്റ്റീവ് ആണ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർ, അല്ലേ? വൈ പീപ്പിൾ ബിഹേവ് ആസ് ദേ ഡു. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറിയത്? ഇറ്റ് വിൽ ബി ഹൈലി ഫ്രക്ചറേറ്റിംഗ് ഫോർ ദ മാനേജേഴ്സ് ഇഫ് ദേ സീ ബിഹേവിയർ ഓഫ് ദെയർ എംപ്ലോയീസ്, ടോക്ക് അബൌട്ട് ദാറ്റ് ബട്ട് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ബിഹൈൻഡ് ദോസ് ആഡ്സ്. അവരവരുടെ എംപ്ലോയീസിനെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവർ പലതരത്തിൽ റിയാക്ട് ചെയ്യുന്നു. മാനേജേഴ്സിന് മനസ്സിലാകുന്നില്ല അവരെന്തെങ്ങനെയൊക്കെയാണെന്നുള്ളത്. അവരെന്താ ഇങ്ങനെ പെരുമാറുന്നുള്ളത് മനസ്സിലായാലോ ദാറ്റ് മാനേജേഴ്സ് ബിക്കം സക്സസ്ഫുൾ മാനേജേഴ്സ്. The managers have to learn to probe the underlying explanations. അവര് learn to probe the underlying explanations. അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നുള്ളതിന് ഉള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നു, നാളെ പഠിക്കുന്നു, ബുക്കിൽ നോക്കി പഠിക്കുന്നതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇനി അടുത്തതാണ് predict, another objective of OB. Third objective of OB is to predict the future employee behavior. അവന്റെ അടുത്ത് ഇങ്ങനെ നിന്നാലാണ് അവൻ മര്യാദയ്ക്കാവുള്ളൂ. പ്രഡിക്റ്റ് ദ ബിഹേവിയർ, എംപ്ലോയി ബിഹേവിയർ. ഓരോ എംപ്ലോയീസിനെയൊക്കെ മനസ്സിലാക്കിയിട്ട്
നമ്മളിങ്ങനെ പറഞ്ഞ് ചിലർക്കില്ലേ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരില്ലേ? ചിലർക്ക് വളരെ കൂളായിട്ട് എടുക്കുക. അങ്ങനെ പല സ്വഭാവക്കാരായിരിക്കും. അവനോട് അങ്ങനെ പറയണ്ടട്ടാ. അത് ഭയങ്കര ദേഷ്യാ. അപ്പൊ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആ എംപ്ലോയി ഇങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനേജേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്താൽ എംപ്ലോയീസ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയണം. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ കർഷകർക്കെതിരായിട്ട് കുറെ നിയമം പാസ്സാക്കുന്നു ബി.ജെ.പി. സർക്കാർ. ഒരിക്കലും അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇത്രമാത്രം കർഷകർ ഡൽഹിയിൽ വന്നിട്ട് ഇത്രമാത്രം ആയിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമായിരിക്കുമെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പ്രെഡിക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഒരു മാനേജർ, ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർ, സക്സസ്ഫുൾ ഓർഗനൈസേഷൻ മാനേജർ ആകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തറിയേണ്ടതാണ്? അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ബോബിയുടെ അടുത്ത ഒബ്ജക്റ്റീവ് ആണ് പ്രഡിക്റ്റ്. അടുത്തത് കൺട്രോൾ. ഫൈനൽ ഒബ്ജക്റ്റീവ് ആണ് കൺട്രോൾ. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മാനേജേഴ്സ് ഹാവ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ത്രൂ ദ ആക്ഷൻസ് ആൻഡ് ദെയർ എംപ്ലോയി. അവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവരുടെ അവരുടെ അവരെയൊക്കെ കൺട്രോൾ ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ അങ്ങനെ കൺട്രോൾ ചെയ്യും ചിലര്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? കൺട്രോൾ ചെയ്യും, മനസ്സിനെ കൺട്രോൾ ചെയ്യും. നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് അത് അങ്ങോട്ട് ചെയ്യുമ്പോഴോ ശരിയാക്കും. പക്ഷെ ഒക്കെ വിമിഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴോ നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ഫൈനൽ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നതാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഗോൾസ് ഓഫ് എ ഒബിയുടെ ഡിസ്ക്രൈബ്, അണ്ടർസ്റ്റാൻഡ്, പ്രെഡിക്റ്റ് ആൻഡ് കൺട്രോൾ. ഓക്കെ, മനസ്സിലായല്ലോ? ഫിലോസഫിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് ഒബി. എന്താണ് ഫിലോസഫിക്കൽ കൺസെപ്റ്റ്? കോഡ്സ്ഡ് ബിഹേവിയർ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ചിലർക്ക് നമ്മൾ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില കോസസ് കൊണ്ടായിരിക്കും പലരും ഇപ്പൊ എന്ത് കാര്യവും അങ്ങനെ ഇപ്പൊ ജനിക്കുമ്പോ തന്നെ എല്ലാവരും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളവരാണ്. അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ടീനേജ് എക്സ്പീരിയൻസ്, അങ്ങനെ ലൈഫിൽ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോഴ്സ്ഡ് ബിഹേവിയർ, ചില ബിഹേവിയർ എന്തായിരിക്കും? കോഴ്സ്ഡ് ബിഹേവിയർ ആയിരിക്കും, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ബിഹേവിയർ ആയിരിക്കും. അതായത് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത് സെർട്ടൻ കോഴ്സസ് കൊണ്ടാണ്. ആ റീസൺസ് എന്തൊക്കെയായിരിക്കും? അവരുടെ നീഡ്സ് ആയിരിക്കും, അവരുടെ മുൻപുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇപ്പൊ ചില നീഡ്സ് ഇപ്പൊ ഞാനാണെങ്കിൽ കുട്ടികൾ എൻ്റെ സ്വന്തം മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം. അപ്പൊ ആ നീഡ് അച്ചീവ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറല്ല, സാധാരണ ഒരു ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് എന്ത് നീഡ് ഉണ്ടായിരിക്കും? ഒരു അത്യാവശ്യം നല്ലൊരു വീട് വേണം, അത്യാവശ്യം വീട്ടിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, എൻ്റെ അടുക്കളയിൽ ഇന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വേഗം പണി കഴിഞ്ഞ് എനിക്ക് പണിക്ക് പോകാനായിട്ട് സാധിക്കും. എൻ്റെ മക്കൾ ഇങ്ങനെ ഇത്രയ്ക്കായല്ലോ, എൻ്റെ മോൾ ഇത്രയ്ക്കായല്ലോ, അവൾക്ക് ഇങ്ങനെയൊക്കെ വേണം. അങ്ങനെ എനിക്ക് എന്തുണ്ടായിരിക്കും? എപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് എൻ്റെ നീഡ് ഉണ്ടായിരിക്കാം. ആ നീഡ് കൊണ്ടാണ് ഞാൻ എങ്ങോട്ട് പോകുന്നത്? ആ പണിക്ക് പോകുന്നത് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് വരുന്നത്? അവർക്ക് ഓരോ നീഡ് ഉണ്ടായിരിക്കും. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നീഡ് അവിടെ ഉണ്ടായിരിക്കും. ആ റീസൺ കൊണ്ടാണ് അവരിവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും അവരുടെ ബിഹേവിയർ. അപ്പൊ വിചാരിച്ചത്ര റെമ്യൂണറേഷൻ കിട്ടിയില്ലെങ്കിൽ അവരാകെ ഫ്രക്ചറേറ്റഡ് ആകും. എന്താ വെച്ചാൽ എന്റെ ഈ നീഡൊക്കെ ഇത്രയധികം നീഡ് എനിക്കുണ്ട്. ഇതൊക്കെ ശരിക്കും ക്ലാസ്സിൽ എടുക്കേണ്ടതായിരുന്നു കേട്ടോ. ഈ ഓൺലൈൻ ക്ലാസ് പറ്റിയ സബ്ജക്റ്റ് അല്ല അത്. കുറെയൊക്കെ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് നോക്കിയിട്ട് എടുക്കേണ്ട ക്ലാസ് ആയിരുന്നു മറ്റുള്ള സബ്ജക്ട്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ. അപ്പൊ അങ്ങനെ ആ നീഡ് അവിടെ മീറ്റ് ചെയ്യാനായിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടിയില്ല. അപ്പൊ എന്തുണ്ടായിരിക്കും? ആകെ വിഷമായി, മുഖമൊക്കെ ആകെ വിഷമായിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ എനിവേ ഫിലോസഫിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് ഒബിയുടെ ഒന്നാമത്താണ് കോഴ്സ്ഡ് ബിഹേവിയർ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ബിഹേവിയർ. പിന്നെ രണ്ടാമത്താണ് വോൾ പേഴ്സൺ. എന്താണ് വോൾ പേഴ്സൺ എന്ന് പറയുന്നത്? ഒരു ഒരു പേഴ്സന്റെ സ്കില്ല്, ആ പേഴ്സൺ
ഈ സ്കിൽ ഉണ്ടായിരിക്കും, ബ്രെയിൻ ഉണ്ടായിരിക്കും. അതായത് ഓർഗനൈസേഷൻസ് മേ വിഷ് ദാറ്റ് ദേ കുഡ് എംപ്ലോയ് ഓൺലി എ പേഴ്സൺ സ്കിൽ ഓർ ബ്രെയിൻ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ചിലർ വിചാരിക്കുന്നു, എന്റെ ബ്രെയിനും എന്റെ സബ്ജക്ട് നോളജും മതിയെന്ന്. ശരിക്കും റിയലി അതല്ല വേണ്ട, അത് മാത്രം ഒരിക്കലും ശരിയാവില്ല. എനിക്ക് നല്ല ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ആയിട്ടുള്ള പുതിയ പുതിയ ഇപ്പൊ ശശി തരൂരിന്റെ പോലെ പുതിയ പുതിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഇങ്ങനെ ഇട്ട് വലിയ അമ്മാനമാടി കൊണ്ട് ക്ലാസ് എടുത്ത് ഇങ്ങനെ ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ഇതൊന്ന് പോയി കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്നതായിരിക്കും അല്ലെ. ഒരിക്കലും നമുക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആ കഴിവ് വളരെ അത്യാവശ്യമാണ്. ഒരു ടീച്ചറെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള നോളജ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ഇന്റലക്ച്വൽ കപ്പാസിറ്റി മാത്രം പോരാ, ആ ഒരു ടീച്ചർ എന്ന നിലയിൽ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അവിടെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റും മറ്റുള്ള കുറെ ആസ്പെക്ട്സുകളും അതിൽ ഉണ്ടെങ്കിലാണ് അവിടെ അത് നമ്മളുടെ ഇവിടെ എന്താണോ വർക്ക്, ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അതുപോലെ ഓരോന്നിലും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു വോൾ പേഴ്സൺ എന്ന് പേഴ്സണെയാണ് അവിടെ എന്തിലേക്ക് എടുക്കുന്നത്, ഒ ബിയിലേക്ക് എടുക്കുന്നത്. അല്ലാതെ ആ പർട്ടിക്കുലർ പേഴ്സന്റെ ബ്രെയിനും സ്കില്ലും മാത്രമല്ല നമ്മൾ ജോലിക്കായിട്ട് എടുക്കുന്നത്, ആ വ്യക്തിയെ മുഴുവനായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അത് മാനേജേഴ്സ് അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മൾ അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളെല്ലാ ഹ്യൂമൻ ട്രേറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട്, എന്താ വെച്ചാൽ അദ്ദേഹത്തിന് കുറെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാനായിട്ടുള്ള സ്കില്ല് മാത്രമായിരിക്കില്ല, നല്ല ഹ്യൂമൻ ബീയിങ് ആയിരിക്കും, നല്ല എമ്പതി ഉള്ള ആളായിരിക്കും, നല്ല സിമ്പതി ഉള്ള ആളായിരിക്കും, അങ്ങനെ കുറെ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും, അങ്ങനെ കുറേ ഇതുണ്ടായിരിക്കും. അപ്പൊ ആ വ്യക്തിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, മറ്റുള്ള എല്ലാ ട്രേഡ്സും നമ്മൾ നോക്കേണ്ടതാണ്. സ്കിൽ കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം എ നോളജ് ഓർ ബാക്ക്ഗ്രൗണ്ട് എക്സെട്ര. അപ്പൊ വോൾ പേഴ്സൺ ഇൻ ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുന്നത് വോൾ പേഴ്സണെയാണ് എവിടേക്ക് എടുക്കുന്നത്, ജോലിക്ക് എടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 19 പേരുണ്ട് അല്ലെ, 19 പേരും എങ്ങനെയായിരിക്കും, 19 വീട്ടിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ 19 തരത്തിലുള്ളവരാണ്. അതുപോലെ തന്നെ അവര് ഓരോരുത്തരും ഡിഫറെന്റ് ഫ്രം വൺ സ്റ്റുഡന്റ് ടു അനദർ സ്റ്റുഡന്റ്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഹ്യൂമൻ ഡിഗ്നിറ്റി, അതുപോലെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റി നമ്മൾ കൊടുക്കേണ്ടതാണ് എല്ലാത്തിനും. ഹ്യൂമൻ ബീയിങ്സ് ആർ ഓഫ് എ ഹയസ്റ്റ് ഓർഡർ ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ദേ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. നമ്മൾ പറയില്ലേ, റെസ്പെക്ട് കൊടുക്കണം എന്നാലേ കിട്ടുള്ളൂ എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഒരു നമ്മുടെ യൂണിവേഴ്സിലെ ഏറ്റവും മുകളിൽ തട്ടിൽ കിടക്കുന്നവരാണ് ഹ്യൂമൻ ബീയിങ്സ്. അതിന്റെ ഒരു ഗമയുണ്ടല്ലേ എല്ലാവർക്കും, മറ്റുള്ളവരെ കടിച്ചമർത്തില്ല അല്ലെ, മറ്റുള്ള മൃഗങ്ങളെയൊക്കെ കണ്ടില്ല എന്നാള് 2 ദിവസം മുൻപ് ഒരു കാറിന്റെ പിന്നിൽ ഒരു പട്ടീനെ കെട്ടി കൊണ്ടുപോയതൊക്കെ അതെന്താണ്? ആ ഇതന്നെ, ആ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ള ഭാവം തന്നെ ഹയസ്റ്റ് ഓർഡറിലുള്ളത്. ഹയസ്റ്റ് ഓർഡറിലുള്ളതാണെങ്കിലും ഈ യൂണിവേഴ്സില് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ നമ്മളെ പോലെ തന്നെ അവകാശമുണ്ട്. അപ്പൊ അങ്ങനെയായിരിക്കണം മറ്റുള്ളവരെയൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ളതിനെയൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതനുസരിച്ചുള്ള റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് വരുന്നവരെ മാനേജേഴ്സ്, നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ ഓർഗനൈസേഷൻ പോയിന്റിലാണ്. മാനേജേഴ്സ് എന്തൊക്കെ ചെയ്യേണ്ടതാണ്, അവരെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിഗ്നിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അവരെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷനിൽ ഒരു ഫാക്ടറായിട്ട് മാത്രം ഒരിക്കലും കാണരുത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് ലെവൽസ് ഓഫ് അനാലിസിസ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കേണ്ടതാണ്, ഗ്രൂപ്പ് ലെവലിൽ നിന്ന് നോക്കേണ്ടതാണ്, ഓർഗനൈസേഷന്റെ ലെവലിൽ നിന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.